ഹായ് ഫ്രണ്ട്സ്, കേരളത്തിൽ ജനിച്ച ഏതൊരു സാധാരണക്കാരൻ്റെയും ഒരു ആഗ്രഹമായിരിക്കും, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിൻ്റെ ആഗ്രഹമായിരിക്കും സ്വന്തമായിട്ടൊരു പ്ലോട്ട് വാങ്ങുക, അതിലൊരു വീട് വെക്കുക എന്നുള്ളതൊക്കെ. ഞാനും എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആഗ്രഹമുള്ളതാണ്, എൻ്റെ ഫാമിലിക്കും വലിയൊരു ആഗ്രഹമാണ് ഒരു പ്ലോട്ട് വാങ്ങണം എന്നുള്ളതൊക്കെ. ആ ഒരു ആഗ്രഹത്തിൻ്റെ ആ ഒരു സ്വപ്ന സാക്ഷാത്കാരവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആദ്യ പടിയിലാണ്. അപ്പോൾ ആ ഒരു ജേണി നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യേണ്ടത് അനിവാര്യമാണ്. കാരണം നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിരന്തരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഫിനാൻസുമായി ബന്ധപ്പെട്ടിട്ടാണ്. സ്വാഭാവികമായിട്ടും ഈ അടുത്തിടെ എല്ലാം ഇൻവെസ്റ്റ്മെൻ്റ് ആയാലും എല്ലാം ലിക്വിഡ് അസറ്റുകൾ, അപ്പോൾ മ്യൂച്വൽ ഫണ്ട് ആണെങ്കിലും സ്റ്റോക്ക് ആണെങ്കിലും ഒരു നോൺ ലിക്വിഡ് അസറ്റിലൊന്നും ഇത്, അല്ലെങ്കിൽ ഒരു നോൺ ലിക്വിഡ് അസറ്റിലൊന്നും നമ്മൾ ഇതുവരെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയില്ല. സോ ഒരു പ്ലോട്ട് വാങ്ങാൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞൊരു വീട് വെക്കാനാണെങ്കിൽ കൂടിയിട്ട് പ്ലോട്ട് എപ്പോഴും ഒരു അസറ്റ് തന്നെയാണ്, ഒരു ഫിക്സ്ഡ് അസറ്റാണ്, ലോങ് ടൈമിലേക്ക് ഒരു വെൽത്ത് ജനറേഷൻ തന്നെയാണ്. സോ ഒരു പ്ലോട്ട് വാങ്ങാനുള്ളൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പം ആ പ്ലോട്ട് ഒന്നും കൂടെ പോയി നോക്കുകയാണ്, അതിൻ്റെ ഒരു യാത്രയിലാണ് ഇപ്പോൾ. ആ ഒരു ജേണിയും കൂടി നിങ്ങളുമായിട്ട് പങ്കുവെക്കേണ്ടതുണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു യാത്ര നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സോ തുടർന്നുള്ള ഫിനാൻസുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ഫൈനാൻഷ്യൽ മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യം ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. സോ ഇതുമായി ബന്ധപ്പെട്ട് ദൈനംദിന നമ്മുടെ ഫിനാൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വ്ളോഗാക്കി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് തുടർന്നുള്ള വീഡിയോകളിൽ. തീർച്ചയായിട്ടും കൂടെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബാക്കി വീഡിയോയിൽ അപ്പോൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പ്ലോട്ട്. ഇതിൻ്റെ എഗ്രിമെൻ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല. ഏകദേശം ഒരു 20 സെൻറ്റിൻ്റെ പ്ലോട്ടാണിത്. അപ്പോൾ ഒരു സത്യം പറഞ്ഞാൽ ഒരു വീട് വെക്കാൻ അത്രയൊന്നും ആവശ്യമില്ല. സാധാരണഗതിയിൽ ആളുകൾ ഒരു 6 സെൻറ്റോ അല്ലെങ്കിൽ 7 സെൻറ്റോ 5 സെൻറ്റിലും 4 സെൻറ്റിലൊക്കെ വീട് വെക്കുന്നുണ്ട്. ഈവൻ 3 സെൻറ്റിൽ വരെ വീട് വെക്കുന്നതൊക്കെ നമുക്ക് യൂട്യൂബിൽ കാണാൻ സാധിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം പ്ലോട്ട് കുറച്ച് വേണമെന്നുള്ള വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു അസറ്റ് തന്നെയാണ്. വീട് എപ്പോഴും ഒരു ലാബിലിറ്റി ആയിരിക്കും. പക്ഷേ എങ്കിൽ കൂടിയിട്ട് സ്വന്തമായിട്ടൊരു വീടുണ്ടാവുക എന്ന് പറഞ്ഞത് എപ്പോഴും എല്ലാവർക്കും ആഗ്രഹമുള്ള, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ പ്രസ്റ്റീജിൻ്റെ ഒരു ഇഷ്യൂ കൂടി ആയിരിക്കും. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി 19.5 സെൻറ്റാണ് ടോട്ടൽ. ഇതാണ് പ്ലോട്ട്, നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ടേംസ് എന്താണെന്ന് വെച്ചാൽ ഏകദേശം ഈ ഒരു പ്ലോട്ടിന് കംപ്ലീറ്റ് ആയിട്ട് ഒരു 35 ലക്ഷം രൂപയാണ് വില വരുന്നത്. പിന്നെ അതിൻ്റെ കമ്മീഷന് മറ്റ് രജിസ്ട്രേഷനൊക്കെ വേറെ അഡീഷണൽ വരും. അപ്പോൾ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ പാർട്ടിയുമായിട്ടുള്ള ടേംസ് എന്താണെന്ന് വെച്ചാൽ 50% എമൗണ്ട് ഇപ്പോൾ കൊടുക്കുന്നു. അപ്പോൾ ഏകദേശം ഒരു 17.5 ഇപ്പോൾ കൊടുത്തിട്ട് ബാക്കി നമ്മൾ ഒരു 8 മാസത്തെ കാലയളവിൻ്റെ ഉള്ളിൽ അടച്ചു തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു റിലാക്സേഷൻ നമുക്ക് കിട്ടിയോണ്ടാണ് ഇത് പ്ലോട്ട് എടുക്കാൻ പറ്റിയതല്ലേ. ഇല്ലെങ്കിൽ ഒരിക്കലും ഈ ഒരു വലിയ എമൗണ്ട് കൊടുത്തിട്ടൊന്നും നമുക്കൊന്നും ഒരു പ്ലോട്ട് എടുക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു 8 മാസത്തെ ഗ്യാപ്പ് ഉണ്ട്, അതിനുള്ളിൽ ബാക്കി എമൗണ്ട് നമ്മൾ അടച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു പാർട്ടിയുമായിട്ടുള്ള അഗ്രിമെൻ്റ് എന്ന് പറഞ്ഞത്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്ലോട്ട് എടുക്കാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം ഒന്നും കൂടി പറയാം. അപ്പോൾ നാഷണൽ ഹൈവേയിൽ നിന്നും മാറിയിട്ട് 400 മീറ്റർ ഉള്ളിലേക്കാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത്. നമ്മൾ റൈറ്റൊക്കെ നോക്കിയ സമയത്ത് ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു 1,50,000 രൂപക്കൊക്കെയാണ് ഈ ഒരു സെൻറ്റ് പ്ലോട്ട് കിട്ടിയിട്ടുണ്ടായത്. എൻ്റെ യഥാർത്ഥ സ്ഥലത്ത് എനിക്ക് തോന്നുന്നു മിനിമം ഇത്തരത്തിലുള്ളൊരു പ്ലോട്ടിന് എനിക്കൊരു 3.5 ലക്ഷം 4 ലക്ഷം അങ്ങോട്ട് അതിൻ്റെ മുകളിലേക്കാണ് റേറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ബഡ്ജറ്റ് നമുക്ക് താങ്ങാൻ പറ്റില്ലാത്തതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ അങ്ങോട്ട് മാറിയിട്ട് ഇത് ഏകദേശം ഇവിടെ എന്ന് വെച്ചാൽ കുറ്റിപ്പുറത്തേക്ക് ഇവിടുന്ന് 4 കിലോമീറ്ററും വളാഞ്ചേരിയിലേക്ക് ഇവിടുന്ന് ഒരു 4 കിലോമീറ്ററും, അങ്ങനെ ഒരു എക്സാക്റ്റ് അല്ല, അപ്രോക്സിമേറ്റ് അത്ര കിലോമീറ്റർ വരുന്നുണ്ട്. അപ്പോൾ മൂടാരെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സ്ഥലം. അപ്പം നമ്മളവിടുന്ന് കുറച്ച് എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം നിൽക്കുന്നത്. അപ്പോൾ അറിയാം, ഒരു ലിക്വിഡ് അസറ്റ് അല്ല. നമ്മൾ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ സ്റ്റോക്കിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ മറ്റു ഇൻഷുറൻസിനെ കുറിച്ചിട്ടും സംസാരിക്കാറില്ല. എങ്കിൽ കൂടിയിട്ടൊരു ഇല്ലിക്വിഡ് അസറ്റ് ആയിട്ടുള്ള ഇതിലും ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാം, ഭാവിയിലേക്ക് എങ്ങനെയായാലും ഇത് വർത്താവുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു നല്ലൊരു റേറ്റിന് കിട്ടിയപ്പോൾ ഇത് എടുത്താന്നുള്ള ഒരു പ്ലാനായിരുന്നു. പിന്നീട് എന്തായാലും ഭാവിയിലൊരു വീട് വെക്കേണ്ടത് അനിവാര്യമാണ്. സോ അതൊക്കെ കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്ലോട്ട് എടുക്കുക എന്നുള്ള തീരുമാനിച്ചിരിക്കുന്നത്. സോ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, ഇത് തീർച്ചയായിട്ടും ഒരു വ്യക്തിയുടെ ഫിനാൻസുമായി ബന്ധപ്പെടുത്തി കിടക്കുന്ന ഒരു കാര്യമാണ്.
അത് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ ഇപ്പോൾ കല്യാണമാണെങ്കിലും അവരുടെ ചൈൽഡ്ഹുഡ് മുതൽ നോക്കുകയാണെങ്കിൽ തന്നെ പിന്നെ അവൻ്റെ ഹയർ എഡ്യൂക്കേഷൻ, അവൻ്റെ മാരേജ്, അവൻ്റെ വീട് വെക്കുന്നത്, പ്ലോട്ട് വാങ്ങുന്നത്, റിട്ടയർമെൻറ്റ് പ്ലാനിങ്, അവിടെ കുട്ടികളുടെ വിദ്യാഭ്യാസം തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായ കാര്യങ്ങളെല്ലാം ഫിനാൻസുമായി ബന്ധപ്പെടുത്തി കിടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതെല്ലാം നിങ്ങളുമായിട്ട് പങ്കുവെക്കേണ്ടത് അനിവാര്യമാണ്. കാരണം ഞാൻ വീഡിയോ ചെയ്യുന്ന എല്ലാം ഫിനാൻസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്, പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെടുത്തി കിടക്കുന്ന കാര്യങ്ങളാണ്. സോ ഇതും ഈ ഒരു യാത്രയും നിങ്ങളുമായിട്ട് പങ്കുവെക്കേണ്ടതാണ്. ഇനി അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ പറയൂ, ഏകദേശം നാഷണൽ ഹൈവേയിൽ നിന്ന് 400 മീറ്റർ, എക്സാക്റ്റ് 400 മീറ്റർ മാറിയിട്ടാണ് ഈ പ്ലോട്ട്. ഒരു സെൻറ്റിന് 1,80,000 രൂപയാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഇത് എഗ്രിമെൻ്റ് ഒക്കെ ഓക്കെ ആയിട്ടുണ്ട്, ഓൾമോസ്റ്റ് എല്ലാം കൺഫേം ആയി കഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ കൂടിയിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് ഇത് വർത്താണോ എന്നുള്ളത്. ഇത് സ്ഥലം എന്ന് വെച്ചാൽ ഇതിലൊരു മെയിൻ സിറ്റിയിലേക്ക്, വളാഞ്ചേരിയിലേക്ക് 4 കിലോമീറ്ററും കുറ്റിപ്പുറത്തേക്ക് 4 കിലോമീറ്ററാണുള്ളത്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നല്ലൊരു ഒരു പ്ലോട്ടായിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇതൊരു കറക്റ്റായിട്ടൊരു സ്ക്വയർ പ്ലോട്ടും കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു വീട് വെക്കുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ തന്നെ സ്ഥലങ്ങളൊന്നും മിസ്സാവില്ല, അല്ലെങ്കിൽ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഉപയോഗപ്പെടുത്താനും കൂടി പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ പ്ലോട്ട് എടുക്കാനുള്ള തീരുമാനം എടുത്തത്. സോ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ, നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് പ്രോപ്പർട്ടിയുടെ റേറ്റ് എന്നുള്ളത്. ഞാൻ ജനിച്ച സ്ഥലത്ത്, അതായത് പുത്തനത്താണി ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര റേറ്റാണ് പ്രോപ്പർട്ടിക്കായിട്ടുള്ളത്. ഒരു സെൻറ്റിനൊക്കെ എന്ന് പറഞ്ഞാൽ 2.25 ലക്ഷത്തിൽ കുറഞ്ഞൊരു പ്രോപ്പർട്ടി ഇല്ല. ഒരു സത്യം പറഞ്ഞാൽ പിന്നെ മെയിൻ റോഡൊക്കെ ആണെങ്കിൽ 5 ലക്ഷം, 6 ലക്ഷം, 10 ലക്ഷം വരെയൊക്കെയാണ് പ്രോപ്പർട്ടി റേറ്റ് എന്ന് പറഞ്ഞത്. സോ എനിക്ക് വർത്തായിട്ട് തോന്നി. നിങ്ങൾ കമൻറ്റ് ചെയ്യും നിങ്ങളുടെ നാട്ടുകളിലൊക്കെ എത്രയാണ് ഒരു പ്രോപ്പർട്ടിയുടെ ഒരു സെൻറ്റിന് റേറ്റൊക്കെ വരുന്നത് എന്നുള്ളത്. ഇനി എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ ഡെയിലി വ്ളോഗ്സ് ആണ് പ്രധാനമായിട്ടും നമ്മളെ ലൈഫിനെ ഡോക്യുമെൻ്റ് ചെയ്യാൻ ഉദ്ദേശമുണ്ട്. അതായത് ഇപ്പോൾ ഒരു പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വിഷയങ്ങൾ പറയുമ്പോൾ തന്നെ അത് നമ്മുടെ ലൈഫിൽ എത്രമാത്രം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് നിങ്ങൾക്ക് എത്രമാത്രം കാണിച്ചു തരാൻ പറ്റുന്നുണ്ട്, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ഇവിടെ ഡോക്യുമെൻ്റ് ചെയ്യണമെന്നുണ്ട്. തീർച്ചയായിട്ടും പരമാവധി വ്ളോഗ്സ് ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ ഒരു യാത്രയിൽ പരാജയങ്ങളും സ്വാഭാവികമാണ്, അതുകൊണ്ടാവും. എപ്പോഴും നമുക്ക് വിജയങ്ങളൊന്നും ഉണ്ടാവില്ല. സോ എല്ലാം ഒരു ഡോക്യുമെൻ്റ് ചെയ്യാന്നുള്ളൊരു ഉദ്ദേശമുണ്ട്. സോ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തുടർന്നും പുതിയ വ്ളോഗിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ്.